കേരളത്തിലെ അംഗനവാടി ജീവനക്കാരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് സർ സഭയുടെ ശ്രദ്ധയിലേക്ക് ഈ ശ്രദ്ധ ക്ഷണിക്കൽ കൂടി കൊണ്ടുവരുന്നത്. സർ, ഇതേ വിഷയം തന്നെ ഞാൻ 29/10/2021 ശ്രദ്ധ ക്ഷണിക്കലായി അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കും, 1000 രൂപ കണ്ട് വർദ്ധിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് അതിന് മറുപടി പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്തായാലും 2 വർഷത്തിന് ശേഷം ഈ ഡിസംബറിൽ അവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചതിനുള്ള സർക്കാർ തീരുമാനം വന്നു. സാർ 2000 രൂപയായിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ശ്രീ ഡോക്ടർ MK മുനീറും ഒക്കെ ആ മന്ത്രിസഭയുടെ സമയത്താണ് 10000 രൂപയായി വർദ്ധിപ്പിച്ചത്. പിന്നെ 2000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടെ കിട്ടി. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അംഗനവാടി ജീവനക്കാരോട് ഒരു നീതിയൊന്നും കാണിക്കാറില്ല. അവരുടെ ഭാഗത്തു നിന്നും 2000 വന്നു 12000 ആയിരുന്നു. പിന്നെ ഇത്രയും കാലം 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇവർക്ക് 1000 രൂപ കൂടി കൂടുതൽ കിട്ടാൻ. സാർ, അംഗനവാടിക്കാർ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല സാർ പരിശോധിക്കേണ്ടത്, അംഗനവാടിക്കാർ എന്ത് ചെയ്യുന്നില്ല എന്ന് പരിശോധിച്ചാൽ മതി. സാർ, അവർ 9 മണിക്ക് അംഗനവാടിയിൽ ചെല്ലണം, ചെന്നാൽ ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് സൂപ്പർവൈസർക്ക് അയച്ചു കൊടുക്കണം അവിടെ ചെന്നു എന്നുള്ളത്. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ ഉച്ചഭക്ഷണം കൊടുക്കണം, അതും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. പിന്നെ ക്ലാസ് എടുക്കുന്നത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം. പിന്നെ വൈകിട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഫോട്ടോ എടുക്കണം. സാധാരണ ജീവനക്കാർക്ക് ഇപ്പോൾ ടീച്ചർമാർക്കൊക്കെ ആണെങ്കിൽ 4 മണിക്ക് വീട്ടിൽ പോകാം. ഇവർ ഈ 4 മണിക്ക് ശേഷം വീണ്ടും ഹൗസ് വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഹൗസ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പിന്നെ ആ അംഗനവാടിയുടെ പരിധിയിലുള്ള വീടുകൾ സന്ദർശിക്കണം. അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഗർഭിണികൾ, വൾനറബിൾ ഫാമിലി, അവിടെയെല്ലാമുള്ള സർവേ, ആ കാര്യങ്ങൾ എല്ലാം അവർക്ക് ചെയ്യണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ CBEയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകണം. അതുപോലെ തന്നെ ഒരുപാട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ആശ്വാസകിരണം, വിധവാ പെൻഷൻ, അഗതി പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇത് സംബന്ധിച്ചെല്ലാമുള്ള അന്വേഷണവും റിപ്പോർട്ടും എല്ലാം ഇവർ കൊടുക്കണം. ഗ്രാമസഭകളുടെ കാര്യങ്ങളിൽ സഹകരിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുക്കണം. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്തിട്ട് എന്നോടൊരു അംഗനവാടി ടീച്ചർ പറഞ്ഞത്, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്തതിൽ ഇവർക്ക് മാത്രമാണ് സാർ വേതനമില്ലാത്തത്, ബാക്കി എല്ലാ വിഭാഗത്തിനും വേതനം കിട്ടും. ഈ അംഗനവാടിക്കാർക്ക് മാത്രം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്താലും അവർക്ക് അതിനുള്ള വേതനം കിട്ടത്തില്ല. സാർ, ഓരോരോ തൊഴിലിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവരോട് പിന്നെ സ്ത്രീകൾ ഗൃഹനാഥിയായ കുടുംബാംഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ചോദിച്ചു. അപ്പോൾ അവരത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ലിസ്റ്റ് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗർഭിണികളുടെ, മുലയൂട്ടുന്നവരുടെ, അതെല്ലാം ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജോലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാർ ഇവർക്കൊരു 21,000 രൂപയെങ്കിലും ശമ്പളമായിട്ട്, അത് ഓണറേറിയമാണ് സാർ, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഓണറേറിയം എന്നുള്ളത് ശമ്പളമാക്കി മാറ്റണം. അവരെ പെൻഷനാണെങ്കിൽ 2500 രൂപ വർക്കർക്കും 1500 രൂപ ഹെൽപ്പർക്കുമാണ് കിട്ടും. തുച്ഛമായ തുകയാണ് സാർ, അത് വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല സാർ, 2023 മാതൃഭൂമി വാർത്തയുണ്ട് സാർ, 2023 പിരിഞ്ഞവർക്ക് ഇതുവരെ 23 അംഗനവാടി വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങി. പെൻഷൻ തുച്ഛം, അതുപോലും കിട്ടുന്നില്ല സാർ. അവർക്ക് ഈ 40 വർഷക്കാലമൊക്കെ ജോലി ചെയ്തിട്ട് വിരമിച്ചതിന് ശേഷം ഒരു ആനുകൂല്യം കിട്ടാതെ ഈ പാവങ്ങളെ പറഞ്ഞു വിടുകയാണ് സാർ. സാർ, ഇത് ക്ഷേമനിധി പെൻഷനാണ്, ഇവർ 500 രൂപ വെച്ച് അടയ്ക്കുന്നതാണ്. ക്ഷേമനിധിക്കാരത്ത് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഫണ്ട് വരട്ടെ എന്നിട്ട് തരാമെന്നാണ്. സാർ, ഇത് എവിടുന്ന് വരാനാ? ഇതെങ്ങൊന്നും വരാനല്ലല്ലോ. ഇവർ അംശാദായമായി അടച്ച അവരുടെ ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് കൊടുക്കേണ്ട റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതും ശ്രീ ഉമ്മൻചാണ്ടിയാണ് 10,000-ഉം 15,000-ഉമായിട്ട് ആദ്യമായിട്ട് തീരുമാനിച്ചത്. ആ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും കിട്ടുന്നില്ല, ക്ഷേമനിധിയുടെ മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. മുമ്പ് 2 പെൻഷൻ ഉണ്ടായിരുന്നു, ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ പെൻഷനും കിട്ടുമായിരുന്നു. ഇപ്പോൾ അതും നിർത്തലാക്കിയിരിക്കുകയാണ്. സാർ, അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി, സഭ ഇവർക്ക് ഈ 23 ശേഷം വിരമിച്ചവർക്കുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കണം. സാർ, മറ്റൊരു പ്രശ്നം ഗ്രാറ്റുവിറ്റിയാണ്. സാർ, ഇവർ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി വിധി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇവർ നടപ്പിലാക്കാൻ വേണ്ടി സമീപിച്ചു. ഹൈക്കോടതി സർക്കാരിനോട് പരിഗണിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹിയറിംഗ് നടത്തി. സാർ, ഹിയറിംഗ് നടത്തിയതിന് ശേഷം സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ദൗർഭാഗ്യകരമാണ്. ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സാർ, എന്തുകൊണ്ടാണ് സാർ സുപ്രീം കോടതി പോലും അനുകൂലമായ ഒരു തീരുമാനം എടുത്തൊരു കാര്യത്തിൽ, ഹൈക്കോടതി സർക്കാരിനോട് പരിഗണിക്കാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി നിഷേധിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ? സാർ, അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിക്കാം. സാർ, അതുകൊണ്ട് ഇവർ ഇപ്പോൾ പോഷൻ ട്രാക്കർ, ഞാൻ അതുകൂടെ പറയാം സാർ, ഇവരെല്ലാം ഈ 40, 45, 50 വയസ്സുള്ള സഹോദരിമാരാണല്ലോ. ഇവർ അവർക്കൊരു ഫോൺ സർക്കാർ കൊടുത്തു, അതൊന്നും ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇവർ സ്മാർട്ട് ഫോൺ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ പോഷൻ ട്രാക്കറിനകത്ത്
ഓരോന്നും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു IT അധിഷ്ഠിതമായ പ്രവർത്തനമാണ് ഇവർ ചെയ്യേണ്ടത്. ഇതിങ്ങനെ ആപ്പിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസം 11 രജിസ്റ്ററാണ് ഇവർ ശരിയായി സൂക്ഷിച്ച് ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിക്കേണ്ടത്. സാർ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് ഈ 13,000 രൂപ എന്നുള്ളത് തുച്ഛമായ ശമ്പളമാണ്, ശമ്പളം ഓണറേറിയമാണ്. സാർ, അതടക്കം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നടപടി സർക്കാരിൽ നിന്നുണ്ടാകണമെന്ന്